ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസ വളർച്ചയുടെ കൊടുങ്കാറ്റ് ആഞ്ഞുവീശുകയാണ്. ഈ വർഷം ഈസ്റ്റർ വിജിലിൽ പങ്കെടുത്ത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് സംഭവിച്ചതായി കാത്തലിക് ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ട്. അമേരിക്കയിലും ലോകമെമ്പാടും ഈസ്റ്റർ വിജിലിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വൻ വർധനവ് അതിശയിപ്പിക്കുന്നതാണ്. ആഗതമാകുന്ന ഈസ്റ്ററിൽ 50,000-ലധികം പേർ ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കും. അമേരിക്കയിലെ ഡിട്രോയിറ്റ്, ന്യൂയോർക്ക്, അറ്റ്ലന്റ് എന്നിവയുൾപ്പെടെ നിരവധി രൂപതകളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ ഏറ്റവും ഉയർന്ന എണ്ണമാണ് ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നായ ഉയർപ്പ് തിരുനാളിലെ പ്രത്യേക ശുശ്രൂഷകളിലൂടെയാണ് പുതിയ അംഗങ്ങൾ ഔദ്യോഗികമായി കത്തോലിക്ക സഭയിൽ പ്രവേശിക്കുന്നത്. ഡിട്രോയിറ്റിൽ 1,400-ലധികം പേർ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് 2 പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. ലോസ് ആഞ്ചലസ് അതിരൂപത ഈസ്റ്റർ വിജിലിൽ 8,500-ലധികം പുതിയ അംഗങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് പുത്തൻ ഉണർവ് സംഭവിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്ററിൽ ഈ വർഷം 800 പേർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 60% വർധനവാണ്. ഇംഗ്ലണ്ടിലെ തന്നെ നോട്ടിംഗ്ഹാം രൂപതയിൽ 249 പേർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നുവരും. ഇത് 40 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. ബെൽജിയത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് 689 പേരാണ്. ഇത് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 30% വർദ്ധിച്ച കണക്കാണ്. ഓസ്ട്രേലിയയിൽ ജ്ഞാനസ്നാനത്തിനായി കാത്തിരിക്കുന്ന കാറ്റക്യൂമൻസിന്റെ എണ്ണത്തിൽ 35% വർധനവുണ്ടായതായും മെൽബണിൽ ക്രൈസ്തവ വിശ്വാസ സ്വീകരണത്തിൽ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 57% വർധനവ് പ്രതിനിധീകരിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ചർച്ച് ഡെസ്ക്, ഷെഖേന ന്യൂസ്.